ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അന്ന് ലിഡിലൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കിലായിരിക്കും. അപ്പം ഞാനൊന്ന് സെറ്റിൽ ആവാൻ വെയിറ്റ് ചെയ്യായിരുന്നു, വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ മിറർ വീഡിയോ എടുക്കുന്നത് ഫോൺ കാണിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്ന സാധനമുള്ളൂ. ആൻഡ് എനിക്കിവിടെ ഒരു വലിയ മിററും ഉണ്ട്. സോ അപ്പം ഞാൻ കരുതി ഇന്ന് ഒരു വീഡിയോ എടുക്കാം, ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ എടുക്കാം. അവിടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇന്ന് നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മൾ ഇവിടെയുള്ള സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ പാമ സൂപ്പർ മാർക്കറ്റ്. അപ്പം അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ടും ഞാൻ കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തോന്നിയതും മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഒപ്പം താമസിക്കുന്ന ആൾക്കാരൊക്കെ പാമ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം മാൾട്ടയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഭവി പാമ. അവിടെ നിന്നുള്ള ഷോപ്പിംഗ് വീഡിയോ ലിഡിൽ അഫോർഡബിൾ ആണ്, പക്ഷെ പാമ കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടും. പിന്നെ ഗൈസ്, എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് എന്നോട് റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാണ്. ആകെ 2 പേരെ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ദേ ആർ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചട്ടയും കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റാണ്. ഇത് ഞാനിപ്പോൾ താമസിക്കുന്നത് മാൾട്ടയുടെ തന്നെ കുറച്ച് ഹയർ ഏരിയയിലാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഐസ് പോലെ ആവും. പിന്നെ നമുക്ക് കാറ്റടിച്ചാലേ എനിക്ക് പനിയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്ക് ഇതൊരു കത്തിവേഷമാണെങ്കിലും നമുക്ക് പോവാം. പ്രാർത്ഥന മുറി സെറ്റപ്പ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു തിരുക്കുടുംബത്തിൻ്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് വലിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ല, ചുമ്മാ കാണിച്ചു. ഞാനിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അത് വേറെ ആൾക്കാരുടെ റൂമാണ്, അവിടെ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കറക്റ്റ് ഒരു ഡൊറോത്തി സെറ്റപ്പാണ്. പക്ഷേ പേടിച്ചിട്ടൊന്നും കാര്യമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രേതത്തിനൊന്നും ഇവിടെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് മാൾട്ടയിലുള്ള ആൾക്കാർക്ക് അറിയാം നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുന്നത്. പക്ഷെ ഞങ്ങളാരും തന്നെ ഇവിടെ ജാക്കറ്റ്സ് ഇടാറില്ല. അതിനൊരു റീസൺ ഉണ്ട്. കാരണം നമ്മുടെ കിച്ചൻ്റെ നേരെയാണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ കിച്ചണിൻ്റെ നേരെ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലെന്താ കറി വെച്ചേക്കുന്നതെന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയും. കാരണം നമ്മളുടെ ജാക്കറ്റ്സിലോട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ സ്മെല്ല് പിടിക്കും. അപ്പോൾ നമ്മൾ ആരും ഇവിടെ ജാക്കറ്റ് തൂക്കാറില്ല. ഗൈസ്, നമ്മൾ ഹെഡ്സെറ്റ് മറന്നു. ഹെഡ്സെറ്റ് ഇല്ലാതെ ജീവിതം ഭയങ്കര ശോകമാണ്. ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകത്തേ ഇല്ല. ഞാൻ ഹെഡ്സെറ്റ് ഭയങ്കര തണുപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നും വലിയ തണുപ്പില്ല. എനിക്ക് തോന്നുന്നു വിൻ്റർ തീരാറായി. എന്താണെങ്കിലും അതിനിടയ്ക്ക് വെച്ച് എൻ്റെ താക്കോൽ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ഡൊറോത്തി സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് പേടിയാവും. എനിക്ക് ശരിക്കും പേടിയായി. കാരണം വീട്ടിൽ എല്ലാവരും വർക്കിനും ക്ലാസ്സിനൊക്കെ ആയിട്ട് പോയേക്കുവാണ്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായതൊന്നുമല്ല. ഓക്കെ ഗൈസ്, ഓക്കെ, ഈ സംഭവം ശരിക്കും കൊള്ളാം. കാരണം നമ്മളിപ്പോൾ ആരോടോ സംസാരിച്ച് നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഐ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് മോർ. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി. മാൾട്ടയുടെ തന്നെ സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. ഞാനൊരു ദിവസം രാവിലെ മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പം നമ്മൾ നടക്കുവാണ്, ബസ് പിടിക്കണം. ഞാനിപ്പോൾ ഈ നട്ടപ്പാതിരയ്ക്ക് പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നട്ടപ്പാതിരല്ല, ഇവിടെ ഒരു ഈവനിങ് ആയിട്ടുള്ളൂ, പക്ഷേ നേരത്തെ തന്നെ ഇവിടെ ഇരുട്ടും. ഞാൻ പോകുന്നത് എനിക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്. അപ്പം അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. കോളേജിൽ കൊടുക്കാനുള്ളൂ. വേറൊരു സംഭവം കാണിച്ചു തരാം. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൂന്നാർ പോലത്തെ ഒരു സ്ഥലം. ഓക്കെ, നമ്മൾ കുറച്ചധികം നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ ബസ്സൊന്നും വന്നില്ല. അപ്പം അത് കാരണം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ക്ലോസിങ് ടൈമിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രിൻ്റ് ഔട്ട്സ് എടുക്കുന്ന ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. മാൾട്ട ശരിക്കും ഒരു ചെറിയ കൺട്രിയാണ്. പക്ഷേ ബസ്സിന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ആൻഡ് നമ്മൾ എത്തുന്ന സ്ഥലത്ത് വളരെയധികം ലേറ്റാണ്. ഞാൻ പാമ എത്തി. നമുക്ക് ക്രോസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. ടാപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്, കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, നമുക്ക് അവിടെ വെയിറ്റിംഗ് ടൈം ആവും. അതിൽ ഗ്രീൻ ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. വണ്ടികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ക്രോസ് ചെയ്താൽ വണ്ടികളൊക്കെ പോകും. ഗൈസ്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെന്നിരിക്കുകയാണ്. കാരണം അത് ക്ലോസായി. നമുക്കിനി വീട്ടിൽ പോകാം. എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പം നമ്മൾ സേവ് ചെയ്ത കുറച്ച് പൈസയുണ്ട്. അപ്പം അതിന് എനിക്ക് ചൂസ് ചെയ്യണമെന്നാണ്. നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് പറ്റണതല്ലേ ഈ സുഷി. എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. നമ്മൾ ബാക്ക് ടു ബർഗർ കിങ് ആകുമ്പോൾ നമുക്കറിയാവുന്നൊരു സംഭവമാണല്ലോ ഇവിടുത്തെ ഫുഡ്. നമുക്ക് ബർഗർ കിങ്ങിൽ നിന്ന് ഒരു കുട്ടി ബർഗർ വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് ലക്ഷ്യം പരാജയപ്പെട്ടെങ്കിലും അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. ഇന്നലെ പാമയിൽ പോകാൻ നോക്കിയിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പാമ. എനിക്കറിയില്ല ഇവിടുത്തെ ക്ലോസിങ് ടൈം എപ്പോഴായിരുന്നെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പാമയിൽ പോവും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കാണിക്കാം. ഗ്രോസറീസ് ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ മ്യൂസ്ലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മ്യൂസ്ലിയും അവക്കാഡോയും മിൽക്കും വെച്ചിട്ട് ഒരു ചെറിയ സ്മൂത്തി അടിച്ചു. ആൻഡ് അത് എക്സസ് ഉണ്ടായിരുന്നു. ഞാനത് കുപ്പിയിലെടുത്തു. കാരണം എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വിശയ്ക്കും. ആൻഡ് ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പല പല റേറ്റ്സിൽ കുറേ സാധനം കാണാം. നമ്മൾ നാടൻ പച്ചമുളകിനൊക്കെ 10 യൂറോയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ കറികളിൽ നിന്ന് പച്ചമുളക് അങ്ങോട്ട് ഒഴിവാക്കും. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈഡ് ചില്ലി കിട്ടും, അത് വാങ്ങിച്ച് ഉപയോഗിക്കും. ആൻഡ് നമ്മളുടെ സവാളയ്ക്ക് കിലോയ്ക്കാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടുത്തെ സവാളയ്ക്ക് റേറ്റ് കുറവാണ്, 1 യൂറോ സംതിങ്ങേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാവും. നമ്മളുടെ റംബൂട്ടാൻ്റെയൊക്കെ റേറ്റ് ഉണ്ടോ 22 യൂറോസാണ്. പിന്നെ ഇത് കുറേ അഫോർഡബിൾ ആയിട്ടുള്ള സെക്ഷനാണ്. അവിടെ നിന്ന് നമുക്ക് തക്കാളിക്കൂടെ റേറ്റ് കൂടുതലായത് കാരണം നമ്മൾ ടൊമാറ്റോ പ്യൂറേ വാങ്ങിച്ചു വയ്ക്കും. ആൻഡ് ഈ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഇവയുടെയൊക്കെ കുറേ ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോൾ ഓൺ ഒക്കെ വാങ്ങിച്ചു. ആൻഡ് പിന്നെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലൊക്കെ പോയി. ഈ ഫ്രോസൺ മീറ്റിനൊക്കെ റേറ്റ് കുറവാണ്, അതൊക്കെ നോക്കി. പക്ഷെ നമുക്ക് അതിൽ നിന്നൊന്നും വേണ്ട. ഈ ഒരു സംഭവം ഞാൻ വാങ്ങിക്കാം, ബർഗർ പാറ്റി. അത് വാങ്ങിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അത് കറിയാക്കും, ചിലപ്പോൾ ബർഗറിൻ്റെ ഒപ്പം എടുക്കും. ആൻഡ് ഫ്രൈഡ് വിങ്സിനൊക്കെ ഒരുപാട് ഫ്രൈഡ് വിങ്സിന് ചെറിയ റേറ്റേ ഉള്ളൂ. കണ്ടോ, ഈ ടൊമാറ്റോ പ്യൂര വാങ്ങിക്കുന്നത് 85 സെൻറ്റേ ഉള്ളൂ. പിന്നെ നമ്മളുടെ യൂഷ്വൽ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടും, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ ഈ ന്യൂട്രലയുടെ ഈ ഒരു സംഭവം ഞാൻ പണ്ട് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിന് ഓഫർ പ്രൈസാണ്, 135 യൂറോസേ ഉള്ളൂ. ആൻഡ് ഫിഷ് ഒരുപാട് ഇതുണ്ട്. ഞാൻ പക്ഷേ നമ്മൾ ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഫ്രോസൺ ചെയ്ത് ചെമ്മീൻ കിട്ടും. ഞാനപ്പോൾ കറിക്കൊക്കെ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ചൈനീസ് സെക്ഷൻ ഉണ്ട്. ചൈനീസിന് വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്, അവരുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട്. ഞാൻ കുറേ നേരം അവിടെ നോക്കിയിരുന്നു, കാരണം എനിക്ക് ചൈനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അവിടെ തപ്പി പിടിച്ച് നിന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ടു. കാരണം അവിടെ ഒരു പുതിയ ബട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ട്രയൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ ബ്രെഡിൽ ബട്ടർ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു, അവരുടെ കയ്യിൽ നിന്ന് ഒരു ബട്ടർ എടുത്തു. കാരണം 1 യൂറോ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ വൈൻ, വാട്ടർ, നമ്മളുടെ ലിക്കറും കൂൾ ഡ്രിങ്ക്സും എല്ലാം കിട്ടും. ആൻഡ് ഹോട്ടലിലെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. നമ്മൾ ബോട്ടിൽസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് 10 സെൻറ്റ് ഈച്ച് ഒരു പെർ ബോട്ടിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഞാൻ അവിടെ കണ്ടു, അതിവിടെ. പിന്നെ ഇന്ന് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ 40 യൂറോ പ്ലസ് ഷോപ്പ് ചെയ്ത് കാരണം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഐറ്റംസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വെള്ളമാണ് ചൂസ് ചെയ്തത്, കാരണം ഇവിടെ ബോട്ടിൽ വാട്ടറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്തു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു, തിരിച്ചു പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. സി യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഇനി മാൾട്ടയിലുള്ള പുതിയ വിഷയം
വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.